തലൈവർ രജനീകാന്തിന്റെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. SRKനെ രൺബീർ കപൂറിനെയൊക്കെ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ലോകേഷ് സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഡേറ്റ് ഇഷ്യൂ കാരണം ഈ ഒരു ചിത്രത്തിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ലോകേഷ് ട്രൈ ചെയ്യുകയാണ് ബോളിവുഡ് സ്റ്റാർസിനെ ഈ ഒരു ചിത്രത്തിലോട്ട് കാസ്റ്റ് ചെയ്യാൻ. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ മാസം മുതൽ തുടങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റും വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ജസ്റ്റിൻ ആയിരിക്കുമെന്നും ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു കംബാക്ക് എന്ന രീതിയിൽ നിവിൻ പോളിയുടേതായി തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് കുഴപ്പമില്ലാത്ത അഭിപ്രായമൊക്കെ ആയിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലൂടെ നിവിന്റെ ഒരു ശക്തമായ കംബാക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 8.5 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 19 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ചിത്രത്തിന് ഗ്രോസ് കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഏകദേശം 25% തിയേറ്ററുകൾ കളക്ഷനിലൂടെ മാത്രം നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന് ഏകദേശം 40 കോടി രൂപയ്ക്ക് അടുത്തോളം ബഡ്ജറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററുകളിൽ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു എന്ന് പറയാനും സാധിക്കില്ല. പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഈക്വൽ ആയിട്ടുള്ള കളക്ഷനൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു. ചിത്രം തിയേറ്ററിൽ നിന്ന് 50 കോടി രൂപ ഗ്രോസ് കളക്ഷനൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇന്നലത്തോടെ ഏകദേശം തിയേറ്ററിൽ 6 ദിവസം പിന്നിടുമ്പോൾ ഇന്നലെ മാത്രം 3 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രം 24 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേടാൻ സാധിച്ച് ഇപ്പോഴും തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം ഓടുന്നത്. ദളപതി വിജയ് ഇനി നായകനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 69ാമത്തെ ചിത്രം. 68ാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ കഴിയുന്നതാണ്. 69ാമത്തെ ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. വലിമേ തുനിവ് പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള എച്ച് വിനോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായികയെ അപർണ ബാലമുരളി വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അനിരുദ്ധ് ഈ ഒരു ചിത്രത്തിന് ഗാനങ്ങൾ തയ്യാറാക്കുമെന്നും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രങ്ങളിലേക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് അടുത്ത മാസം ഉണ്ടാകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കാരണം അടുത്ത മാസം വിജയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. സലാർ ചിത്രത്തിന് ശേഷം പ്രഭാസിന്റെ അടുത്തതായി റിലീസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കൽക്കി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് കമലഹാസനാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. കമലഹാസൻ ഈ ഒരു ചിത്രത്തിൽ വില്ലനായിട്ട് എത്തുന്നുണ്ടെങ്കിലും ഫസ്റ്റ് പാർട്ടിൽ വില്ലനായിട്ട് എത്തുമ്പോൾ ഏകദേശം 20 മിനിറ്റ് മാത്രമായിരിക്കും സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഏകദേശം 90 മിനിറ്റോളം സെക്കൻഡ് പാർട്ടിൽ കമലഹാസന്റെ സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇവരുന്ന ജൂൺ മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് കമലഹാസൻ വില്ലനായി എത്തുന്നു, പ്രഭാസ് നായകനായി എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദിലീപേട്ട നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രം. ചിത്രത്തിന് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഏകദേശം 25 ദിവസത്തോളം വരുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 8.5 കോടി രൂപയ്ക്ക് അടുത്തോളമാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തിയേറ്ററുകളുടെ കളക്ഷനിലും മാത്രം ഏകദേശം 60% ചിത്രത്തിന്റെ ബഡ്ജറ്റ് റിക്കവർ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു ആവറേജ് ഹിറ്റൊക്കെ ആയി തിയേറ്ററിൽ മാറിയിട്ടുണ്ടെന്നും കൺഫേം ആയിരിക്കുകയാണ്. ഡോൺ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയമായിട്ടുള്ള സിബി ചക്രവർത്തിയുമായി ശിവകാർത്തികൻ വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോവുകയാണ്. രശ്മിക മന്ദാനയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരും മാസങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്ക നായകനെ ഇന്ന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഒറ്റ ട്രെയിലറിലൂടെ തന്നെ ചിത്രത്തിന് വലിയ രീതിയിൽ ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മാസ് എന്റർടൈനർ ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ആദ്യ റെസ്പോൺസിബിൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഞെട്ടിച്ചോ എന്നാണ്. ഇന്ന് തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടാൻ സാധിച്ച് തിയേറ്ററിൽ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുക തന്നെയാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെ ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ എന്ന ചിത്രം. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് എല്ലാവരുടെ അടുക്കലും ഉള്ളത്. ഇന്നലെ ഒരു പോസ്റ്റർ പറഞ്ഞിട്ടുള്ളായിരുന്നു. കിടിലൻ ഒരു പോസ്റ്റർ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടീമും പുറത്തു വിട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസം ജനുവരി മാസമായിട്ട് ഉണ്ടാകുമെന്ന് ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തുന്ന ലാലേട്ട തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.